So welcome back to the channel. So നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ആൻഡ് ഇമേജ് പ്രോസസ്സിംഗിലെ മൊഡ്യൂൾ 2ലെ നെക്സ്റ്റ് ടോപ്പിക്കായ കോമ്പോസിറ്റ് ട്രാൻസ്ഫോർമേഷൻസ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 2D ട്രാൻസ്ഫോർമേഷൻസ് പറഞ്ഞപ്പോൾ ട്രാൻസ്ലേഷനും സ്കെയിലിങ്ങും റൊട്ടേഷനും അതിൻ്റെ കൂടെ ഞാൻ റിഫ്ലക്ഷനും ഷിയറിങ്ങും മെൻഷൻ ചെയ്തായിരുന്നു. ഈ ട്രാൻസ്ലേഷനും സ്കെയിലിംഗ് റൊട്ടേഷൻ എന്ന് പറയുന്നത് ബേസിക് 2D ട്രാൻസ്ഫോർമേഷൻസിൽ വരുന്നതാണ്. റിഫ്ലക്ഷനും ഷിയറിങ്ങും കോമ്പോസിറ്റ് ട്രാൻസ്ഫോർമേഷൻ്റെ അണ്ടറിൽ വരുന്ന കാറ്റഗറീസ് ആണ്. ഓക്കെ, സോ എന്താണ് കോമ്പോസിറ്റ് ട്രാൻസ്ഫോർമേഷൻ എന്ന് നോക്കാം. കോമ്പോസിറ്റ് ട്രാൻസ്ഫോർമേഷനെ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് അപ്ലൈയിങ് സെവറൽ ട്രാൻസ്ഫോർമേഷൻസ് ഇൻ ടു ഫോം വൺ ഓവറോൾ ട്രാൻസ്ഫോർമേഷൻസ്. അതായത് പല ഡിഫറെൻ്റ് ആയിട്ടുള്ള സെവറൽ ട്രാൻസ്ഫോർമേഷൻസ് ചേർന്ന് പുതിയൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുന്നതിനാണ് എന്ത് പറയുന്നത്? കോമ്പോസിറ്റ് ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിലിപ്പോൾ റിഫ്ലക്ഷനും ഉണ്ട് ഷെയറിങ്ങും ആണ് നോക്കാനുള്ളത്. നമുക്ക് ഫസ്റ്റ് വൺ നോക്കാം, റിഫ്ലക്ഷൻ ട്രാൻസ്ഫോർമേഷൻ നോക്കാം. Reflection is the mirror image of original object. So റിഫ്ലക്ഷനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ്. റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, റിഫ്ലക്റ്റഡ് ബോഡി കേട്ടിട്ടില്ലേ? സോ ഇറ്റ് ഈസ് ദ മിറർ ഇമേജ് ഓഫ് ഒറിജിനൽ ബോഡി. ഒരു ഒറിജിനൽ ഒബ്ജക്റ്റിൻ്റെ മിറർ ഇമേജ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? റിഫ്ലക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. എക്സാമ്പിൾ താഴത്തെ ഒരു ഫിഗർ നോക്കി, ഇവിടെ CG എന്ന് എഴുതിയിരിക്കുന്ന ഈ സ്ക്വയർ ബോക്സ് റിഫ്ലക്ഷൻ ആഫ്റ്റർ റിഫ്ലക്ഷൻ എപ്പുറത്ത് വന്നു? ഇങ്ങോട്ട് തിരിഞ്ഞു. അത് ഈ ആക്സിൻ്റെ ഇപ്പുറത്തോട്ട് വന്നു, അതിൻ്റെ തൊട്ട് മിററായിട്ട് വന്നു. ഓക്കെ, ഇവിടെ മെയിനായിട്ട് 180 ഡിഗ്രി റൊട്ടേഷൻ ഓപ്പറേഷനാണ് പെർഫോം ചെയ്യുന്നത്. അതൊരു ഒറിജിനൽ ഇമേജിനെ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മിറർ ഇമേജ് കിട്ടും. ഓക്കെ അല്ലേ? അതുമാത്രമല്ല, ഇൻ റിഫ്ലക്ഷൻ ട്രാൻസ്ഫോർമേഷൻ ദ സൈസ് ഓഫ് ദ ഒബ്ജക്റ്റ് ഡസ് നോട്ട് ചേഞ്ച്. ഇവിടെ സൈസ് ചേഞ്ച് ആവുന്നില്ല ആ ഒരു ഒബ്ജക്റ്റിൻ്റെ. ജസ്റ്റ് എന്താ പറയുന്നത്? ഒരു പൊസിഷൻ ചേഞ്ചിങ് ആണ്, അല്ലെങ്കിൽ കോർഡിനേറ്റ് ചേഞ്ചിങ് ആണ്. ഈ ഒരു XY പ്ലെയിനിൽ ഇരുന്നത് S-Y പ്ലെയിനിലോട്ട് മാറി. പ്ലെയിൻ ആയിരിക്കും ചേഞ്ച് ആവുന്നത്. ഓക്കെ അല്ലേ? നമുക്കിനി ഓരോന്നും X ആക്സിസ് Y ആക്സിസ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള റിഫ്ലക്ഷൻ നോക്കാം. റിഫ്ലക്ഷൻ വിത്ത് റെസ്പെക്ട് ടു ദ ആക്സിസ്. ഫസ്റ്റ് X ആക്സിസ് നോക്കിക്കേ. X ആക്സിസ് നോക്കുന്ന ടൈമിൽ നമ്മുടെ ഇപ്പോൾ ആദ്യത്തെ ഇമേജ് ഇവിടെ ഇടുന്നത് ഇവിടെയാണ്. 1 2 3 എന്നാണ് നമ്മുടെ ഫസ്റ്റ് ഇമേജ്. ഓക്കെ, അതിന് റിഫ്ലക്ഷൻ ചെയ്ത ടൈമിൽ അതെങ്ങോട്ട് മാറി? അപ്പോൾ ഓൾറെഡി ഇരുന്നത് XY പ്ലെയിനിലാണ്. താഴോട്ട് റിഫ്ലക്റ്റ് ആയപ്പോൾ അത് എവിടെ നെഗറ്റീവ് Y ഡാഷ്. അപ്പോൾ X', Y' എന്ന പ്ലെയിനിലായി. അതുകൊണ്ടാണ് ഇവിടെ Y കോർഡിനേറ്റ്, അതായത് മൈനസ്. ഇതൊരു ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണല്ലോ, എല്ലാം 1 1 വരേണ്ടതാണ്. ഇവിടെ Yയുടെ അവിടെ മാത്രം എന്ത് വന്നു? നെഗറ്റീവ് ആണത്. ഓക്കെ ആണോ? വിത്ത് റെസ്പെക്ട് ടു X റിഫ്ലക്ഷൻ ചെയ്യുന്ന ടൈമിൽ Yയുടെ സ്ഥാനം എന്താവും? നെഗറ്റീവ്. ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. നെക്സ്റ്റ് വിത്ത് റെസ്പെക്ട് ടു Y നോക്കിക്കേ. Y നോക്കുന്ന ടൈമിൽ ആദ്യം ഈ പ്ലെയിൻ എവിടെയായിരുന്നു? X', Y പ്ലെയിനിലായിരുന്നു അല്ലേ ആ ഒരു ഒബ്ജക്റ്റ്. റിഫ്ലക്ഷൻ ചെയ്ത് കിട്ടിയപ്പോൾ മിറർ ഇമേജ് എങ്ങോട്ടായിരുന്നു? XY പ്ലെയിനിലാണ്. അപ്പോൾ മെയിനായിട്ട് ഇവിടെ Y റെസ്പെക്റ്റ് ചെയ്യുന്ന ടൈമിൽ ആര് നെഗറ്റീവ് ആവും? X നെഗറ്റീവ് ആവും. കാരണം ഇവിടെ X' ഇല്ലേ, ഇപ്പോൾ ഓൾറെഡി ഇവിടെ എന്താ നെഗറ്റിവിറ്റി വന്നിട്ടുണ്ട്. റിഫ്ലക്ഷൻ ചെയ്ത് മിറർ ഇമേജ് വരുമ്പോൾ X ആക്സിസ് എന്താവും? X കോർഡിനേറ്റ് എന്താവും? നെഗറ്റീവ് ആവും. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് XY റെപ്രസെൻറ്റിങ് XY നോക്കേ. വിത്ത് റെസ്പെക്ട് ടു XY എന്ന് പറയുമ്പോൾ Xും Yയും വരുന്നുണ്ടല്ലേ, അപ്പോൾ Xും Yയും അവിടെ ബോത്ത് എന്താവും? നെഗറ്റീവ്. മനസ്സിലായോ? ഇതാണ് റിഫ്ലക്ഷൻ വിത്ത് റെസ്പെക്ട് ടു ദ ആക്സിസ്. ഇനി ഇത് റിഫ്ലക്ഷൻ വിത്ത് റെസ്പെക്ട് ടു എ ലൈൻ ആണ്. നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി, അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് നോക്കാം, ഷിയറിംഗ്. ഷിയറിംഗ് ഈസ് ഓൾസോ നോൺ ആസ് സ്ക്യൂയിങ് എന്ന് പറയും. മെയിനായിട്ട് ഷിയറിംഗ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് എ ട്രാൻസ്ഫോർമേഷൻ ദാറ്റ് സ്ലാൻഡ്സ് ദ ഷേപ്പ് ഓഫ് ആൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിൻ്റെ ഒരു സ്ലാൻഡ്, ഷേപ്പ് ചേഞ്ച് ചെയ്യുക. സ്ലാൻഡ് ടിൽറ്റ് ചെയ്തുകൊണ്ട് ഒരു ഒബ്ജക്റ്റിൻ്റെ സ്ലാൻഡിങ് ഷേപ്പ് മാറ്റുക, അതാണ് ഷിയറിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഷിയറിംഗ് ട്രാൻസ്ഫോർമേഷൻ 3 ടൈപ്പ് ഉണ്ട്. X ഷിയറിംഗ്, Y ഷിയറിംഗ്, XY ഷിയറിംഗ്. നമുക്ക് ഓരോന്നും നോക്കാം. ഇതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ്. X ഷിയറിംഗ് റിലേറ്റീവ് ടു ദ X ആക്സിസ്, X ഷിയറിംഗ് റിലേറ്റീവ് ടു അതർ റെഫറൻസ് ലൈൻ, Y ഷിയറിംഗ് റിലേറ്റീവ് ടു Y ആക്സിസ്, Y ഷിയറിംഗ് റിലേറ്റീവ് ടു ദ അതർ റെഫറൻസ് ലൈൻ, XY ഷിയറിംഗ്. ഫസ്റ്റ് വൺ നോക്കിയേ, X ഷിയറിംഗ് റിലേറ്റീവ് ടു ദ X ആക്സിസ്. അപ്പോൾ ഇവിടെ മെയിനായിട്ട്
എവിടെയായിരിക്കും ചേഞ്ച് ഉണ്ടാവുക? എക്സ് ആക്സിസ് റിലേറ്റഡ് അല്ലേ? എക്സ് ഷിയർ പ്രിസർവ്സ് ദ വൈ കോർഡിനേറ്റ് ആൻഡ് ചേഞ്ചസ് ആർ മേഡ് ടു ദ എക്സ് ആക്സിസ്. അപ്പം നമ്മളിപ്പോൾ എക്സ് ആക്സിസ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് ആണ് ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു അവിടെ എന്തായിരിക്കും ചേഞ്ച് ആവാതിരിക്കുന്നത്? വൈ കോർഡിനേറ്റ് അവിടെ ചേഞ്ച് ആവാതിരിക്കും, എക്സിന് എന്ത് വരും? ചേഞ്ച് ആവും അല്ലേ? റിലേറ്റീവ് അവിടെ നേരത്തെ നമ്മൾ എന്തോ നോക്കിയത്? റെസ്പെക്ട് ടു എക്സ് ആക്സിസ് ആണ്. നമ്മളിവിടെ റിലേറ്റീവ് ടു എക്സ് ആക്സിസ് ആണെങ്കിൽ എക്സ് ഷിയർ മെയിനായിട്ട് വൈ കോർഡിനേറ്റ് പ്രിസർവ് ചെയ്യുകയും ചേഞ്ചസ് ആർക്ക് കൊടുക്കുകയും ചെയ്യും? എക്സ് കോർഡിനേറ്റിൽ ചേഞ്ച് വരികയും ചെയ്യും. അതുപോലെ വൈ ഷിയറിംഗ് റിലേറ്റീവ് ടു വൈ എക്സ് ആണെങ്കിലോ അവിടെ എക്സ് കോർഡിനേറ്റ് എന്ത് ചെയ്യും? പ്രിസർവ് ചെയ്യുകയും വൈ കോർഡിനേറ്റ് എന്താവും? ചേഞ്ച് വരും. ദ വൈ ഷിയർ പ്രിസർവ്സ് എക്സ് കോർഡിനേറ്റ് ആൻഡ് ചേഞ്ചസ് ആർ മേഡ് ടു വൈ കോർഡിനേറ്റ്. ഓക്കെ. നെക്സ്റ്റ് എക്സ് വൈ ഷിയറിംഗിലാണെങ്കിൽ ബോത്ത് രണ്ട് കോർഡിനേറ്റ്സിൽ എന്താ എക്സും വൈയും എന്താവും? ചേഞ്ചസ് ഉണ്ടാവും. ഇനി ഷിയറിൻ്റെ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൺവേർട്ട് ടു എ പാരലലോഗ്രാം. അതായത് നമുക്കിവിടെ ഒരു ആദ്യം ഈ ഒരു ഫിഗർ നോക്കിയാൽ ഒരു സ്ക്വയർ ആയിരുന്നു. ഓക്കെ, അതിൻ്റെ കോർഡിനേറ്റ്സും തന്നിട്ടുണ്ട്. ഈ സ്ക്വയറിൽ അത് ടിൽറ്റ് ചെയ്ത് ഒരു കോർഡിനേറ്റ് അല്ലെങ്കിൽ ഒരു ആക്സിസ് ആയിരിക്കും, എക്സോ വൈയോ മാത്രമായിരിക്കും അവിടെ എന്ത് ചെയ്യുന്നത്? ചേഞ്ച് ആവുന്നത്. അത് ചേഞ്ച് ചെയ്തുകൊണ്ട് അതിൻ്റെ ആ ഷേപ്പ് മാറ്റുക. അതാണ് ഷിയറിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാനിവിടെ വൈ കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. ഏതാണ് ചേഞ്ച് ചെയ്തത്? എക്സ് ഞാൻ കോൺസ്റ്റൻ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ആര് ചേഞ്ച് ചെയ്തു? വൈ ചേഞ്ച് ചെയ്തു. 0, 1 ഈ 0, 1 എന്ന് പറയുന്നില്ലേ, വൈ ആണോ ചേഞ്ച് ചെയ്തത്? അല്ലല്ല, സോറി, എക്സ് സ്റ്റേബിളായിട്ടിരുന്ന ഇവിടെ എഴുതിയിട്ടുണ്ട് വൈ ഡാഷ് ഈക്വൽ ടു വൈ ആണ്. വൈ എന്ത് ചെയ്തു? പ്രിസർവ് ചെയ്തു. എക്സ് ചേഞ്ച് ചെയ്തു. നോക്കിയേ എക്സ് എങ്ങനെ ചേഞ്ച് ചെയ്തു? അതായത് ഇവിടെ താഴത്തെ ബേസ് അതേപോലെ തന്നെയാണ് അല്ലേ? മുകളിൽ നോക്കി 0, 1 ഇതിൽ എക്സ് അതേപോലെ വെച്ചോ? ഇല്ല, എക്സ് ആണ് ചേഞ്ച് ചെയ്ത് ഇവിടെ എന്തായത്? 2, 1 ആയത്. 1 അതേപോലെ ഉണ്ട്. 0, 1 1 എന്ന് പറയുന്നത് വൈ കോർഡിനേറ്റ് ആണ്. ആ വൈ കോർഡിനേറ്റ് പ്രിസർവ് ചെയ്തുകൊണ്ട് എക്സ് മാത്രം 0യിൽ നിന്ന് എന്തിലോട്ട് മാറ്റി? 2യിലോട്ട് മാറ്റി. മനസ്സിലായോ? നെക്സ്റ്റ് 1, 1 ആണെങ്കിലോ അവിടെ 1 എക്സ് കോർഡിനേറ്റിലെ 1 എന്ത് ചെയ്തു? ചേഞ്ച് ചെയ്തു. മറ്റേ വൈ കോർഡിനേറ്റിൽ 1 അതേപോലെ വെച്ചിട്ട് നമുക്ക് എന്ത് കിട്ടി? 3, 1 എന്ന് കിട്ടി. അപ്പോൾ അവിടെ ചേഞ്ച് വന്നത് എങ്ങനെയാണ്? 1ൽ നിന്ന് 3യിലോട്ട്. ഓക്കെ, മനസ്സിലായോ? ഇതാണ് ഷിയറിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതെങ്കിലും ഒരു കോർഡിനേറ്റ് പ്രിസർവ് ചെയ്ത് മറ്റേ കോർഡിനേറ്റ് ചേഞ്ച് ഉണ്ടാവുക. താഴത്തെ ഫിഗർ നോക്കിയേ. താഴത്തെ ഫിഗറും എക്സാക്ട് അതുപോലെ തന്നെയാണ്. അതായത് കോർഡിനേറ്റ്സ് ജസ്റ്റ് മാറ്റി എന്നുള്ളത് 0, 1ൽ നിന്ന് 1, 1ലോട്ട്. അപ്പോൾ ഇവിടെ ട്രാൻസിഷൻ എക്സ് ആക്സിസിൽ 0യിൽ നിന്ന് 1ലോട്ടും ഇപ്പുറത്ത് 1, 1ലാണെങ്കിലോ 1ൽ നിന്നും എത്രയിലോട്ടാണ്? 2യിലോട്ട്. മനസ്സിലായില്ലേ? ഇതാണ് മെയിനായിട്ട് വരുന്ന ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഷിഫ്റ്റഡ് പാരലോഗ്രാം. ഇവിടെ നമ്മളിവിടെ രണ്ട് ഇക്വേഷൻ അവിടെ എഴുതിയിട്ടുണ്ട്. മെട്രിക്സ് നോക്കിക്കേ. മെട്രിക്സിൽ നമ്മൾ ചേഞ്ച് ആയത് എവിടെയാണ്? SHX, അത് ഷിഫ്റ്റ് ഓപ്പറേഷൻ എവിടെയാണ് കൊടുത്തിട്ടുള്ളത്? വൈയിൽ അവിടെയാണ്. ഓക്കെ, അതായത് ഇത് എക്സിലെ വൈ പൊസിഷൻ. ഓക്കെ, ഇനി ഇവിടെ നോക്കിയാൽ വൈ ഡാഷ് ഈക്വൽ ടു വൈ എന്ന് എഴുതിയിട്ടുമുണ്ട്. ഓക്കെ, എക്സ് ആണ് അവിടെ എന്തായത്? എക്സ് പ്ലസ് SH, അതായത് ഷിയറിംഗ് ഫാക്ടറും കൂടെ ആഡ് ചെയ്തിട്ടുള്ള പുതിയ കോർഡിനേറ്റിലോട്ടായിരിക്കും എക്സ് ആക്സിസ് ചേഞ്ച് ആവുക. നെക്സ്റ്റ് വൺ നോക്കാം. ഇതാണ് ഷിയറിംഗ് മെട്രിക്സ്. ഓക്കെ, എക്സ് ന്യൂ, വൈ ന്യൂ, 1 ഇവിടെ ഇസഡ് വേണ്ടിയാണ് റെപ്രസെൻ്റ് ചെയ്യണം 1. അപ്പോൾ ഇവിടെ ആദ്യം 1, 1, 1 എന്നായിരുന്നു അല്ലേ? നമ്മൾ ചേഞ്ച് ആവുന്ന സമയത്ത് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? എക്സ് ഹോൾഡ് വൈ ഹോൾഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ XHY ഇവിടെ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മെട്രിക്സ് ഇങ്ങനെ വരും. 1 ഷിയറിംഗ് ഫാക്ടറാണ്. ഷിയറിംഗ് ഫാക്ടർ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ്. അത് SHY 0, 0, 1, 0, 0, 0, 1. ഓക്കെ അല്ലേ? ഇനി നോക്കിക്കോ, ഇത് ഷിയറിംഗ് നമ്മൾ നേരത്തെ എക്സ് ചേഞ്ച് ചെയ്തു, വൈ പ്രിസർവ് ചെയ്തു. ഇനി ഇതാ ഇവിടെ നോക്കിക്കേ, ഇവിടെ എക്സ് പ്രിസർവ് ചെയ്യുന്ന ഒരു ഷിയറിംഗ് ഓഫ് പാരലലോഗ്രാം ആണ്. എക്സ് ഡാഷ് ഈക്വൽ ടു എക്സ് ആണ് ഇവിടെ. എക്സ് ഡാഷ് ഈക്വൽ ടു എക്സ് ആണ്. ഇവിടെ ആര് മാത്രം ചേഞ്ച് ചെയ്യണം? വൈ ആണ്. ഈ പടത്തിൽ നോക്കിക്കേ, ഇവിടുത്തെ എക്സ് 0, 0 ഈ ഒരു എക്സ് ആക്സിസിലുള്ള ലൈൻസ് എല്ലാം എന്ത് ചെയ്തു?
ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ 0,0ന് ഇവിടെ എന്തായി? 0,1/2 ആയി. ഓക്കെ, അപ്പോൾ അവിടെ എക്സ് എന്ത് ചെയ്തു? പ്രിസർവ് ചെയ്തു. 0 തന്നെയാണ്. ആരാണ് ചേഞ്ച് ചെയ്തത്? y ആക്സിസ് മാറ്റി 1/2 ആയി. 0യിൽ നിന്ന് 1/2 ആയി. അതേപോലെ തന്നെ ഇവിടുത്തെ 1,0യിൽ എക്സിലെ 1 തന്നെയാണ് y എന്താക്കി? 0യിൽ നിന്ന് 1ലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. y കോർഡിനേറ്റ് മാത്രമാണ് ഇവിടെ ചേഞ്ച് ഉണ്ടായത്. ടോപ്പ് റൈറ്റ് നോക്കിയേ, 1,2 1,1 ആയിരുന്നു. അതിൽ എക്സിലെ 1 പ്രിസർവ് ചെയ്ത് വൈയിലെ 1 എന്തായിട്ട് മാറി? 2 ആയിട്ട് മാറി. അതേപോലെ തന്നെയാണ് സൈഡിൽ. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് ഷീറിങ്. പ്രോബ്ലമായിട്ട് അധികം ചോദിച്ച് കണ്ടിട്ടില്ല, എന്നാലും ഇടയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ഷീറിങ് ചോദിച്ചിട്ടുണ്ട്. ഷീറിങ് റിഫ്ലക്ഷൻ ചോദിക്കാവുന്നതുമാണ്. ഓക്കെ.